വലിയ സമ്പർക്കമൊന്നും അയൽപക്കക്കാരുമായി പുലർത്തിയിരുന്നവരല്ല. അഭയകുമാർ എന്നാണ് ഈ ഗൃഹനാഥന്റെ പേര്. അദ്ദേഹവും ഭാര്യയും 20 വയസ്സ് പ്രായം തോന്നിക്കുന്ന മോളുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 15 വർഷക്കാലമായി ഇവിടെ താമസിച്ചിരുന്നവരായിരുന്നു ഇവർ. ബിസിനസ്സാണ് ചെയ്യുന്നത്. എന്ത് ബിസിനസ്സാണെന്നുള്ള കാര്യം ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാർക്കൊന്നും അറിയില്ല. ഏതായാലും ഇവിടെ അങ്ങനെ വലിയ സംസർഗമൊന്നും അയൽപക്കക്കാരോടില്ലായിരുന്നെങ്കിലും ഈ പെൺകുട്ടിയെ കാണാറായി ചില പെൺസുഹൃത്തുക്കൾ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടും ഈ പെൺകുട്ടിയെ പുറത്തേക്ക് കണ്ടതാണ്. എന്നാൽ ഒരു ഗർഭാവസ്ഥ ഉണ്ട് എന്നുള്ള സൂചന ശ്രദ്ധിച്ചിരുന്നില്ല, അത്രത്തോളം മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാവണം മറ്റു ഫ്ലാറ്റുകാർക്കും ഇതേക്കുറിച്ച് സൂചന ഇല്ലാതിരുന്നത്. ഏതായാലും ഇവർ വലിയ പ്രശ്നക്കാരാണ് എന്നൊന്നും തോന്നിയിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും ഇവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഏതായാലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതാണ്: ഗൃഹനാഥൻ്റെ പേര് അഭയകുമാർ. ഇദ്ദേഹവും ഭാര്യയും 20 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മോളുമാണ്. ഇവിടെ ഏതാണ്ട് 15 വർഷക്കാലമായി താമസിക്കുന്നു. സ്ഥിരതാമസക്കാരാണ് എന്നുള്ള വിവരമാണ്. എറണാകുളം സ്വദേശികൾ തന്നെയാണ്. ഇവരിവിടെ ഫ്ലാറ്റ് വാങ്ങിയിട്ട് ഏതാണ്ട് 15 വർഷക്കാലമായി. അതുപോലെ തന്നെ ഇവിടേക്ക് അങ്ങനെ മറ്റുള്ളവരൊന്നും പുറത്തുനിന്ന് അധികമായി വരാറില്ല. ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വരുന്നതേ ഉള്ളൂ. മറ്റുള്ളവർ അധികമായി വരാറില്ല. ഈ ഫുഡ് ഡെലിവറി ചെയ്ത ആൾക്കാരാണ്, ഭക്ഷണം കൊണ്ടുവരുന്നവർ വരാറുണ്ട്. മറ്റധികം സന്ദർശകരൊന്നുമില്ല എന്നും പറയുന്നു. ഏതായാലും വളരെ ദാരുണമായ സംഭവമാണ് വിനീത ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ ഫ്ലാറ്റിൻ്റെ 7 നിലയിലുള്ള ഈ ഫ്ലാറ്റിൻ്റെ 51C ഈ ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. അവിടെ നിന്ന് കുട്ടിയെ ഇന്ന് പുലർച്ചെ രാവിലെ 8 മണിയോടുകൂടി താഴേക്ക് വലിച്ചെറിയുകയായിരുന്നു. കുട്ടിയെ കൊന്നതിന് ശേഷമാണോ താഴേക്ക് ഇട്ടത്, അതോ കുട്ടി താഴേക്ക് വീണ പരിക്കിനെ തുടർന്നാണോ മരിച്ചത് എന്നുള്ള കാര്യമാണ് ഇനി പോലീസ് പറയേണ്ടത്. സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ പറഞ്ഞത് അകത്ത് കയറി ഇവരുമായി സംസാരിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്നാണ്. അകത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ അഭയകുമാറിനെയും ഭാര്യയെയും അല്പസമയത്തിനകം താഴേക്ക് കൊണ്ടുവരും എന്നറിയാൻ സാധിക്കുന്നു. ഈ പ്രസവം നടന്ന പെൺകുട്ടിയെ തൽക്കാലം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകില്ല എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ വളരെ ദാരുണമായ സംഭവമാണ് കൊച്ചി നഗരത്തിന് മധ്യത്തിൽ ഇന്ന് രാവിലെ നടന്നിരിക്കുന്നത്. ഇന്നലെയും ഈ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. എന്താണ് അതിനുശേഷം സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോഴും ദുരൂഹമായി തുടരുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ 51C ഫ്ലാറ്റിൻ്റെ ശുചിമുറിയിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ ശുചിമുറിയിൽ വെച്ചായിരിക്കണം പ്രസവം നടന്നത്? ഈ പെൺകുട്ടി മാത്രമേ അത് അറിഞ്ഞിട്ടുള്ളൂ. വീട്ടുകാരുടെ കൂടി അറിവുണ്ടായിരുന്നു. അതിനുശേഷമുള്ള പരിഭ്രമത്തിൽ എറിഞ്ഞതാണോ താഴേക്ക് എന്നുള്ള കാര്യമൊക്കെ ഇനി മറന്നീക്കി പുറത്തു വരാനുണ്ട്. ഏതായാലും വളരെ വളരെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കൊച്ചി നഗരത്തിന് മധ്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റോഡിലേക്കാണ് ഈ കുട്ടിയെ വലിച്ചെറിഞ്ഞത്. അല്പം മുമ്പ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയിരുന്നു. ഫോറൻസിക് വിദഗ്ധരടക്കം രാവിലെ എത്തിയിരുന്നു. ഇവരുടെയൊക്കെ പരിശോധന ഫലം വന്നതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ എന്താണ് കൃത്യമായി നടന്നത് എന്നുള്ള കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും വളരെ എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു സംഭവം. നവജാത ശിശുവിനെ, ഒരു ആൺകുഞ്ഞിനെ ഉണ്ടായപ്പോൾ തന്നെ താഴേക്ക് എറിഞ്ഞിരിക്കുന്നു. വളരെ ഈ കുട്ടിയെ കൊന്നതിന് ശേഷമാണോ താഴേക്കിട്ടത്, അതോ വളരെ ദേഹമാസകലം പരിക്കായിരുന്നു കുഞ്ഞിനെന്ന് ദൃക്സാക്ഷികളെല്ലാം രാവിലെ തന്നെ പ്രതികരിച്ചിരുന്നു. കുട്ടിയുടെ മുഖത്തും ചെവിയിലും കാലിലും ദേഹത്തുമെല്ലാം പരിക്കായിരുന്നു.